ഇപ്പം അടുത്ത രണ്ടാം പാദം ഇന്ന് തുടങ്ങുകയാണ്. അപ്പോൾ ഈ രണ്ടാം പാദത്തിൽ നമുക്ക് ഇതുവരെയും നമ്മൾ കണ്ടത് സ്പഷ്ട ബ്രഹ്മ ലിംഗവാക്യങ്ങൾ. അപ്പോൾ ഇനിയിപ്പം കാണാൻ പോകുന്നത് അസ്പഷ്ട ബ്രഹ്മ ലിംഗവാക്യങ്ങൾ എന്ന് പറയുന്ന വിഭാഗം. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം, സ്പഷ്ടബ്രഹ്മലിംഗവാക്യങ്ങൾ എന്ന് പറയുന്നത് അറിയേണ്ടതായ ബ്രഹ്മത്തെക്കുറിച്ചും അസ്പഷ്ട ബ്രഹ്മലിംഗവാക്യങ്ങൾ എന്ന് പറയുന്ന ഭാഗം ഉപാസിക്കേണ്ടതായ ബ്രഹ്മത്തെക്കുറിച്ചുമാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കാണാം, ഉപാസനാ വിഷയമാണ്. ഇതിന് പറയുന്നത് നിർഗുണം ചേത് ജ്ഞാതവ്യം, സഗുണം ചേത് ധ്യാതവ്യം. അപ്പോൾ സഗുണബ്രഹ്മം എന്ന് പറയുന്നത് ആണ് നമുക്ക് ഈ കാണപ്പെടുന്ന ഇനി വരാൻ പോകുന്ന ഈ പാദത്തിലുള്ള സൂത്രങ്ങൾ പരാമർശിച്ചിരിക്കുന്നത് സഗുണബ്രഹ്മത്തെക്കുറിച്ചാണ് എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇപ്പം നമ്മൾ പരാമർശിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ചാന്തോഗ്യ ഉപനിഷത്തിലെ 3-ാം അധ്യായത്തിലെ ഈ 13-ാം ഖണ്ഡം മായിട്ടുള്ള ഭാഗമാണ്. അതായത് നമ്മൾ അതിന് തൊട്ടുമുമ്പുള്ള ഖണ്ഡത്തിൽ നമ്മൾ 3-ാം അധ്യായത്തിൽ ചിലതൊക്കെ കാണുകയുണ്ടായി. അതായത് ഈ പഞ്ചബ്രഹ്മപുരുഷന്മാരെ കുറിച്ചൊക്കെ പരാമർശിക്കുകയുണ്ടായി. ഈ പഞ്ചപ്രാണന്മാർ ഹൃദയത്തിൻ്റെ ഈ 5 ദ്വാരങ്ങളിലായിട്ടിരിക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പരാമർശിച്ച് വന്നതിന് ശേഷം ഈ 14-ാം ഖണ്ഡത്തിലേക്ക് എത്തുന്നു. അതായത് 3-14-1 അതാണ് ഇനിയിപ്പോഴുള്ള വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3-14-1 തൊട്ട് 4 മന്ത്രങ്ങളുണ്ട് ഈ 14-ാം ഖണ്ഡത്തിൽ. അപ്പോൾ ആദ്യം നമുക്ക് ഇനി പരാമർശിക്കാൻ പോകുന്ന വിഷയം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ മന്ത്രങ്ങളുടെ അർത്ഥം ഒന്ന് നോക്കിപ്പോകാം. മന്ത്രങ്ങൾ അറിഞ്ഞതിന് ശേഷം ആ മന്ത്രങ്ങളെ വെച്ചുകൊണ്ടാണ് സൂത്രങ്ങൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ബന്ധം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഈ ചാന്തോഗ്യ ഉപനിഷത്തിലെ 14-ാം ഖണ്ഡത്തിലെ 1-ാമത്തെ മന്ത്രം കാണാം. സർവം ഖല്ലിദം ബ്രഹ്മ തജ്ജലാനിതി ശാന്ത ഉപാസീത അധ ഖലു ക്രതുമയ പുരുഷോ യഥാ ക്രതുരസ്മിൻ ലോകേ പുരുഷോ ഭവതി തഥേത പ്രേത്യ ഭവതി സക്രതും കുർവീത. ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: ബ്രഹ്മത്തിൽ നിന്നാണ് എല്ലാം ജനിക്കുന്നത്, അതിലാണ് എല്ലാം ലയിക്കുന്നത്, അതിൽ തന്നെയാണ് എല്ലാം പ്രവർത്തിക്കുന്നത്, അതായത് ചേഷ്ടിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വാക്കാണ് നമുക്ക് സർവം ഖല്ലിദം ബ്രഹ്മ തജ്ജലാനിതി എന്നുള്ള വാക്ക്. തജ്ജലാൻ ഇതി. അപ്പോൾ ഈ തജ്ജലാൻ എന്നുള്ള വാക്കിനകത്ത് 3 വാക്കുണ്ട്. തജ്ജം, തല്ലം, തദൻ. ഇങ്ങനെയുള്ള 3 വാക്കുകൾ ഒന്നിച്ചു ചേർത്തിട്ടാണ് തജ്ജം, തസ്മാത് എന്നുള്ളതാണ്. തസ്മാത് ജാതം തജ്ജം എന്ന്. തത്ത് പ്ലസ് ജം രണ്ടും കൂടെ ചേർത്തിട്ടാണ് തസ്മാത് ജാതം തജ്ജം എന്ന്. അതേമാതിരി തസ്മിൻ ലയം എന്നുള്ള ആ രീതിയിൽ വന്നതാണ് തല്ലം എന്നുള്ളത്. ഇതിന് നമ്മൾ മുമ്പ് ഉദാഹരണങ്ങൾ കണ്ടിട്ടുണ്ട്. തല്ലം എന്ന്. പിന്നുള്ളത് തദ് പ്ലസ് അൻ ആണ്. അൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സുപരിചിതമായ വാക്കുകളുണ്ട്. പ്രാണഹ, അപാനഹ, ഉദാനഹ. അപ്പോൾ ഇതിനകത്ത് ഈ പ്രാണഹ, അപാനഹ, ഉദാനഹ എന്നൊക്കെ ഉള്ളത് ഈ അന്നിൻ്റെ മുമ്പിലായിട്ട് ഉപസർഗങ്ങൾ ചേർന്ന പ്രാ പ്ലസ് അൻ പ്രാണഹ, അപ പ്ലസ് അൻ അപാനഹ. അപ്പം അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഷ്ട എന്നർത്ഥമാണ്. അൻ ചേഷ്ടിക്കുക. അപ്പം പ്രാണഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ. അതുകൊണ്ടാണ് നമ്മൾ ഊർധ്വം ഗച്ഛതി, അധോ ഗച്ഛതി, ഈ സർവത്ര ഗച്ഛതി ഇങ്ങനെയൊക്കെയുള്ള അർത്ഥം നമുക്ക് കിട്ടുന്നത് ചേഷ്ടിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ അന്നെന്ന് പറഞ്ഞാൽ അൻചേഷ്ടായ എന്നുള്ള അർത്ഥത്തിലാണ്. അല്ലെങ്കിൽ അൻപ്രാണനെ എന്നുള്ള അർത്ഥമുണ്ട്. അൻപ്രാണനെ അൻചേഷ്ടായ എന്നുള്ള അർത്ഥത്തിലാണ്. ഇപ്പം നമുക്ക് ഇവിടുത്തെ അർത്ഥം വരുന്നത് ചേഷ്ടിക്കുക എന്നുള്ള അർത്ഥത്തിലെടുക്കുക, അതായത് പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ എല്ലാ ഭൂതജാലങ്ങളും ഏതിൽ നിന്ന് വന്നോ, ഏതിലേക്ക് തിരിച്ച് ലയിക്കുന്നുവോ, എല്ലാം ഏതൊന്നിനാൽ ചേഷ്ടിക്കുന്നുവോ, ഈ അർത്ഥത്തിലാണ് ഇവിടെ എടുക്കുന്നത്. അതാണ് ഏന. അപ്പം അവിടെ നമുക്ക് കാണാം അനീതി എന്നുള്ള അർത്ഥം കിട്ടും. അനീതി എന്നുള്ള
തദൻ, അതാണ് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വാക്കാണ് തത്ത്. തത്ത് പ്ലസ് അന്ന് രണ്ടും കൂടെ ചേർത്ത തദൻ. അന്നെന്ന് പറയുന്നത് ഈ പ്രാണഹ അപാനയിലെ എന്ന് പറയുന്ന റൂട്ടുണ്ടല്ലോ, ആ റൂട്ടിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. തദൻ. അങ്ങനെ. അപ്പോൾ ഇത് അങ്ങനെയുള്ള ബ്രഹ്മം, ആ ബ്രഹ്മമാണ് സർവം ഖല്ലിതം ബ്രഹ്മ. അതാണ് സർവം ഖല്ലിതം ബ്രഹ്മ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ബ്രഹ്മത്തെ തജ്ജലാൻ ഇതി ശാന്ത ഉപാസീത. ഇത് ഇവിടെ നമുക്ക് ഒരു വാക്ക് കാണാം, ശാന്തഹ ഉപാസീത എന്നുള്ളതാണ്. അപ്പോൾ ശാന്തഹ സൻ ഉപാസീത എന്നർത്ഥം. ഇവിടെ ശാന്തഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടാവുന്നത്, ബ്രഹ്മത്തിലേക്കാണ് എല്ലാം ലയിക്കുന്നത്, ബ്രഹ്മത്താലാണ് എല്ലാം ചേഷ്ടിക്കുന്നത് എന്നതായിട്ട് ബ്രഹ്മത്തെ ശാന്തനായി ഉപാസിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ശാന്തൻ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഇവിടെ ദമ ശമ തുടങ്ങിയിട്ടുള്ള ഗുണങ്ങളോട് കൂടിയിട്ടുള്ളവനെയാണ് ശാന്തൻ എന്ന് പറയുന്നത്. അതായത് മനസ്സിനെ ശാന്തമാക്കാനാണ് ഇവിടുത്തെ ഉപദേശം. അതായത് ഇവിടെ ബ്രഹ്മത്തെ ഉപാസിക്കാൻ പറയുന്നു. ആ ഉപാസിക്കാൻ പറയുന്ന ബ്രഹ്മം എന്താണെന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇവിടെ ഉപാസിക്കുന്നവന് വേണ്ടുന്നതായിട്ടുള്ള ഗുണത്തിനാണ് ഇവിടെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ വാക്ക് കൊടുത്തിരിക്കുന്നത് ശാന്തഹാസന്നൻ. അപ്പോൾ ശാന്തൻ ഉപാസിക്കാൻ പറയുന്നു. മറ്റേതൊക്കെ നമ്മൾ കണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹം ബ്രഹ്മ അസ്മി ഇതി എന്നുള്ളിടത്ത് അവിടെ ഉപാസീത എന്നുള്ള വാക്ക് കാണത്തില്ല. ഇവിടെ ആകുമ്പോൾ ഉപാസീത എന്ന് വന്നിരിക്കുന്നു. അഹം ബ്രഹ്മാസ്മീതി ഉപാസീത, തത്വമസീതി ഉപാസീത, ഇങ്ങനെയുള്ള വാക്കുകളൊന്നും അവിടെ കാണുന്നില്ല. അപ്പോൾ മുമ്പ് പറഞ്ഞ അതാണ് സ്പഷ്ട ബ്രഹ്മലിംഗ വാക്യങ്ങൾ എന്ന് പറയുന്നത്. അഹം ബ്രഹ്മ അസ്മീതി അഹം ജാനാമി എന്നാണ്, ഞാൻ ബ്രഹ്മമാണെന്ന് ഞാൻ അറിയുന്നു. അതുപോലെ വിജാനീത എന്നറിയുക, ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങളാണ് അവിടെയൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ നമുക്ക് കാണാം, അവിടെ ഈ ബ്രഹ്മജ്ഞാനമാണ്. ഇവിടെയാണെങ്കിൽ ബ്രഹ്മോപാസന എന്നുള്ള ഭാഗത്തിലേക്ക് വന്നു. അതുകൊണ്ടാണ് ഇതിനെ അസ്പഷ്ട ബ്രഹ്മലിംഗ വാക്യങ്ങൾ എന്ന് പറയുന്നത്. ഉപാസനയ്ക്കാണ് പ്രാധാന്യം. ഇനി അടുത്തത് പിന്നെ പറയുകയാണ്, അഥ ക്രതുമയ പുരുഷോ യഥാകൃതുരസ്മിൻ ലോകേ പുരുഷോ ഭവതി. ഇവിടെ സങ്കല്പിക്കുന്നവൻ എങ്ങനെയാണോ അതായി ഭവിക്കുന്നത്, ഇതേപോലെ തന്നെയാണ് നാം എന്ത് സങ്കല്പിക്കുന്നു അതുതന്നെയാണ് മരണാനന്തരവും സംഭവിക്കുന്നത്. അതായത് സങ്കല്പത്തിലാണ് നമുക്ക് ഈ ലോകം കിട്ടിയിരിക്കുന്നത്, സങ്കല്പം തന്നെയാണ് നമുക്ക് ഇനി അടുത്ത ലോകവും കൊണ്ടുതരാൻ പോകുന്നത് എന്നുള്ള അർത്ഥത്തിലേക്ക് നമുക്ക് കാണാം. ചുരുക്കത്തിൽ നമ്മുടെ ഭാവി നിശ്ചയിക്കുന്നത് സങ്കല്പമാകുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇവിടെ ഓരോന്ന് കിട്ടുന്നത്, ഇപ്പം ഒരാളോട് ഇഷ്ടം തോന്നുന്നു, ആ ഇഷ്ടം ഒരു വിവാഹത്തിലെത്തുന്നു, ആ വിവാഹം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, അവിടെ ഇഷ്ടക്കേടുണ്ടാവുന്നു, ഡിവോഴ്സ് ആവും, സംഭവിക്കാം. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ആ ഡിവോഴ്സ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റേ ആളിൻ്റെ പേര് കുറച്ച് ഇതൊക്കെ നടത്തുന്നു. അതായത് കുറ്റാരോപണങ്ങൾ നടത്തിയെന്ന് വരാം. അതല്ല എന്നുണ്ടെങ്കിൽ ചതിച്ചിട്ട് പോകരുത്, വഞ്ചിച്ചിട്ട് പോകരുത്, വഞ്ചനയാണ് കാണിക്കുന്നത് തുടങ്ങിയിട്ടുള്ള ആ വ്യക്തിയുടെ ഇഷ്ടമനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്നുള്ള രീതിയിൽ നമ്മുടെ മനസ്സിലേക്ക് പോകാം. അതല്ലെങ്കിൽ എൻ്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ പോകുന്നതെന്നുള്ള രീതിയിലും മനസ്സിലേക്ക് പോകാം. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ രണ്ടു വ്യക്തികളുടെയും കർമ്മഫലം അവിടെ ഒരേ തലത്തിൽ ഒരുപോലെ മുന്നോട്ട് പോകുന്നെങ്കിൽ മാത്രമേ ഇവർക്ക് ഒന്നിച്ചു പോകുവാൻ സാധ്യമാവത്തുള്ളൂ. ചുരുക്കത്തിൽ ഇങ്ങനെ പറയാം, അതായത് ഈ വ്യക്തിയുടെ കർമ്മഫലത്തിനോടൊപ്പം ചേർന്ന് പോകുന്ന തരത്തിലാണ് മറ്റേ വ്യക്തിയുടെയും കർമ്മഫലം എന്നുണ്ടെങ്കിൽ മാത്രമേ അവർ യോജിച്ചു പോവുകയുള്ളൂ. രണ്ടുപേരുടെയും കർമ്മഫലം, ഒരാളുടെ കർമ്മഫലം 10 ദിവസം ഒന്നിച്ചു പോകാനും മറ്റേയാളുടെ കർമ്മഫലവും അതേപോലെ 10 ദിവസം ഒന്നിച്ചു പോകാനും ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ആ 10 ദിവസം അവർ ഒന്നിച്ചു പോകും. അതിനുശേഷം രണ്ടായി പിരിയത്തക്ക തരത്തിലുള്ള കർമ്മഫലങ്ങളാണ് രണ്ടുപേർക്കും ഉള്ളതെങ്കിൽ അതനുസരിച്ചിട്ട് അവർ പോവുകയും ചെയ്യും. ചുരുക്കത്തിൽ നമ്മൾ ഇച്ഛയ്ക്കനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നതെന്ന് വിചാരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഇച്ഛയുടെ ഘടകം, ഇച്ഛയുടെ സ്വാധീനം എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമാണ്. അത് നമുക്ക് ഈ ഫെയ്റ്റ് അല്ലെങ്കിൽ വിധി എന്ന് പറയുന്ന കർമ്മഫല സമൂഹമുണ്ട്. കർമ്മഫല സമുദായം എന്ന് പറയുന്നത് പല പല കർമ്മഫലങ്ങൾ ഒന്നിച്ചു ചേർന്ന് കിട്ടിയിട്ട് നമുക്കുള്ള ഒരു പ്രാരബ്ധം എന്ന് പറയുന്ന ഒരു കെട്ടുണ്ട്. ആ പ്രാരബ്ധത്തിനുള്ളിൽ നമുക്ക്, അതായത് പ്രാരബ്ധം
പ്രാരബ്ധം വരച്ചു വെച്ചിരിക്കുന്ന വേലിക്കെട്ടിനുള്ളിൽ വേലിക്കുള്ളിൽ നമുക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കുന്നതിനെയാണ് നമ്മൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതാണ് പറയുന്നത് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പോയി നിൻ്റെ ഇഷ്ടം നീ കാണിക്ക് എന്നൊക്കെ പറയുന്നത് ഇതിനുള്ളിലാണെങ്കിൽ മാത്രം. അതായത് ഇതേ കർമ്മഫലത്തിനാൽ ഈ വ്യക്തിക്കും ഇതേപോലെ തന്നെ രണ്ടാമത്തെ വ്യക്തിക്കും ഇതേപോലെ തന്നെ ഈ കർമ്മഫല ഈ വലയത്തിനുള്ളിലാണ്. രണ്ടുപേരും ഒരേ വലയത്തിനുള്ളിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിയുന്നിടത്തോളവും കാലം ചിലപ്പോൾ അത് ആയുഷ്കാലം കഴിഞ്ഞു എന്ന് വരാം. ചിലപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ടാണെങ്കിൽ ആ ബന്ധമൊക്കെ വിട്ടുപോയി എന്ന് വരാം. ചുരുക്കത്തിൽ എല്ലാം നമുക്ക് കാണാം. പക്ഷേ അതുകൊണ്ട് അത് അവസാനിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം നാളത്തെ പ്രാരബ്ധമായി തീരുന്ന ഇന്നത്തെ കർമ്മമാണല്ലോ. അങ്ങനത്തെ ഒരു ഘടകവും കൂടെ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് സങ്കല്പം എന്ന് പറയുന്നത്. അതായത് നാളെയും നന്നായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇന്നേ നന്നായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ നമുക്കറിയാം സങ്കല്പത്തിനനുസരിച്ചാണ് കർമ്മം പോകുന്നത്. അപ്പോൾ അതനുസരിച്ച് കർമ്മവും പോകുന്നു. കർമ്മം പോകുമ്പോൾ കർമ്മഫലം ഉണ്ടാകുന്നു. കർമ്മഫലം പുണ്യരൂപത്തിലോ പാപരൂപത്തിലോ വരുന്നു. ആ പുണ്യത്തിൻ്റെയും പാപവും രണ്ടുപേർക്കും സമാനമാണെന്നുണ്ടെങ്കിൽ ഒന്നിച്ചു പോകാം. അതിലൊരാൾക്ക് പുണ്യാധിക്യവും വന്നു, മറ്റേയാൾക്ക് പാപാധിക്യവും വന്നു കഴിഞ്ഞാൽ വീണ്ടും രണ്ടായിട്ട് പോകുന്നു. അതുകൊണ്ടാണ് ഒരേ മനസ്സും ഒരേ പ്രവൃത്തിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോയി എന്ന് വരാം. ഇതിനകത്ത് രണ്ട് കള്ളന്മാർ ഒന്നിച്ച് അവർ ഒരേ തരത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നിടത്തോളം കാലം സുഖമായിട്ട് ഒന്നിച്ചു പോകുന്നു. അതിലൊരാൾ നല്ലവനായി പോയാലോ അന്ന് തീർന്നു ബാന്ധവം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ മാതിരിയാണ് കാര്യങ്ങളുടെ പോക്ക് എന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഈ സങ്കല്പം എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഭാവി തീരുമാനിക്കുന്ന ഒരു ഘടകമാണ് സങ്കല്പം. അതുതന്നെയാണ് ഈ ലോകത്തിലേക്ക് നമുക്ക് പറഞ്ഞു വെച്ചിരിക്കുന്നത്, അതുതന്നെയാണ് നമുക്ക് പരലോകത്തിലേക്കും പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന്. അപ്പോൾ സങ്കല്പത്തിനനുസരിച്ച് കർമ്മം പോകുന്നു. അപ്പോൾ സങ്കല്പം എന്ന് പറയുന്നത് അതിനകത്ത് നമുക്കറിയാം രാഗദ്വേഷങ്ങളോടുകൂടിയുള്ള സങ്കല്പമാവാം, പിന്നെ ഈശ്വര പ്രീതിക്ക് വേണ്ടിയിട്ടുള്ള സങ്കല്പങ്ങളാവാം. ഇങ്ങനെ സങ്കല്പങ്ങൾ പുണ്യപാപങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നതായിട്ടുള്ള സങ്കല്പങ്ങളാവും. ഇങ്ങനെ ഈ സങ്കല്പത്തിൻ്റെ മേഖലയിൽ തന്നെ മനസ്സിൻ്റെ മേഖലയിലുള്ള കർമ്മം വരികയും ചെയ്യുന്നുണ്ട്. ശരീരത്തിൻ്റെ മേഖലയിലുള്ള കർമ്മത്തിനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് മനസ്സിൻ്റെ മേഖലയിലുള്ള കർമ്മം. അതിനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് വചസ്സിൻ്റെ മേഖലയിലുള്ള കർമ്മവും. ഞാനൊന്നും ചെയ്തില്ല, ഞാൻ പിന്നെ കുറച്ച് ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വചസ്സിൻ്റെ മേഖലയിലുള്ള കർമ്മമായി. ഞാൻ ചീത്ത പോലും പറഞ്ഞില്ല, പക്ഷെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ എനിക്ക് ഊണുമില്ല ഉറക്കവുമില്ല, ഇങ്ങനെ വിചാരങ്ങൾ മാത്രമാണ്. അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, ഞാനത് എന്നോടത്ത് പറഞ്ഞു, ഇങ്ങനെയുള്ള വിചാരങ്ങൾ മാത്രം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഉറക്ക പറയുന്നതിന് തുല്യമാണ് ആ വിചാരങ്ങൾ. ഉറക്ക പറഞ്ഞാൽ മറ്റേയാൾ കേൾക്കും, പക്ഷെ ഉറക്ക പറഞ്ഞില്ല, ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ പറഞ്ഞു. പക്ഷേ അവിടെ അന്തഃകരണത്തിൽ, അതായത് മനസ്സിൽ കർമ്മം നടന്നുകൊണ്ടിരിക്കും, അതിൻ്റെ ഫലം കിട്ടും. ഇതെല്ലാം ഒരാൾക്ക് ഇവിടെ നിന്ന് കർമ്മഫലത്തിൻ്റെ കുടുക്കിൽ നിന്നല്ലെങ്കിൽ അതിൻ്റെ ഇതുണ്ടല്ലോ, അതിൻ്റെ കൊളുത്തിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്ന് സാർ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ അതല്ല വിഷയം. ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് അതിനാൽ എന്താ ചേരേണ്ടത്? മനോമയ പ്രാണ ശരീരോ ഭാരൂപ സത്യസങ്കല്പഃ ആകാശാത്മാ സർവകർമ്മ സർവകാമഃ സർവഗന്ധഃ സർവരസഃ സർവമിദമഭ്യാത്തോ വാക്യനാദരഃ യേഷമ ആത്മാ അന്തർഹൃദേ അണീയാൻ വ്രീഹേർവാ യവാദ്വാ സർഷപാദ്വാ ശ്യാമാഗാദ്വാ ശ്യാമാഗതണ്ടുലാദ്വൈഷ ആത്മാ അന്തർഹൃദേ ജായാൻ പൃഥിവ്യാ ജായാൻ അന്തരിക്ഷാത് ജായാൻ ദിവോ ജായാനേഭ്യോ ലോകേഭ്യഃ. അതിൻ്റെ അർത്ഥം വളരെ സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. മനോമയനും പ്രാണമയനും ശരീരത്തോടു കൂടിയവനും ചൈതന്യ സ്വരൂപത്തോടു കൂടിയും സത്യസങ്കല്പനും ആകാശം പോലെയുള്ള സ്വരൂപത്തോടു കൂടിയവനും ജഗത് സൃഷ്ടിയാകുന്ന കർമ്മങ്ങളോട് കൂടിയവനും എല്ലാ നല്ല സങ്കല്പങ്ങളോട് കൂടിയവനും സുഖകരമായ എല്ലാ ഗന്ധങ്ങളോട് കൂടിയവനും സാധുക്കളായ എല്ലാ രസങ്ങളോട് കൂടിയവനും ഈ പ്രപഞ്ചമെല്ലാം വ്യാപിച്ചിരിക്കുന്നവനും വാഗാദി ഇന്ദ്രിയങ്ങൾ ഇല്ലാത്തവനും. അതാണ് നമുക്ക് ആ വാക്ക് ഇവിടെ ഉണ്ടല്ലോ, വാക്കുണ്ടല്ലോ, എന്താ അവാക്യ എന്നുള്ള ഒരു വാക്ക്.
ഇല്ലാത്തവനും അപ്പോൾ വാഗാദി ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്ന എല്ലാ ഇന്ദ്രിയങ്ങളെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അവാക്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും കൂടെ ചേർന്നിട്ടുള്ള ആ ഒരു വരി ആണ് ഞാൻ പറഞ്ഞത്. അതിരിക്കുന്നത് അവാക്കി എന്ന് പറയുന്ന വാഗീന്ദ്രിയം ഇല്ലാത്തവനർത്ഥം. അവാക്കി എന്നുള്ളതാണ് വാക്ക്. അപ്പോൾ അതിരിക്കുന്നത് അതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് ഈ ആത്മാവിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് വ്രീഹി എന്ന് പറയുന്ന നെന്മണി, വ്രീഹിയേക്കാളും യവത്തിനേക്കാളും കടുകിനേക്കാളും, കടുകിൻ്റെ പേരാണ് സർഷപ, കടുകിനേക്കാളും പിന്നെ ചാമേരി ശാമാക തണ്ടുലം എന്നാണ് ചാമേരിക്ക് പറയുന്നത്. അങ്ങനെയുള്ളതിനേക്കാളും ചെറുത്, ഏറ്റവും ചെറുത് എന്ന് പറയുന്നതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് സ്ഥിതി ചെയ്യുന്നത് ഹൃദയഭാഗത്തുള്ള യേശഃ മേ ആത്മാ. ഇവിടെ പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ അറിയേണ്ട ഒരു വാക്ക് ഇതാണ്, മേ ആത്മാ, എൻ്റെ ആത്മാ. അപ്പം ഈ മേ ആത്മാ എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയിൽ ഓർമ്മയിൽ എപ്പോഴും വെച്ചേക്കണം. മേ ആത്മാ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ആത്മാ എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആ മേ ആത്മാ, എൻ്റെ ആത്മാവ്, ഹൃദയഭാഗത്തുള്ള എൻ്റെ ഈ ആത്മാവ് അത് പൃഥിവിയേക്കാളും അന്തരീക്ഷത്തെക്കാളും ദ്യോവിനേക്കാളും ലോകങ്ങളെക്കാളും എല്ലാം മഹത്തരമാകുന്നു. ഇതാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും മന്ത്രം. അപ്പോൾ ഇതിനകത്തൂടെ നമുക്ക് കാണാം ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് ആത്മാവിനെ കുറിച്ചാണ്. പ്രത്യേകിച്ചെടുത്ത് മേ ആത്മാ എന്ന് പറഞ്ഞ കാരണം ഇവിടെ ജീവാത്മാവാണോ പരമാത്മാവാണോ ഈ ഒരു ചർച്ചയാണ് ഇനി ഇപ്പോൾ വരാൻ പോകുന്ന നമ്മുടെ കാണാൻ പോകുന്ന സൂത്രത്തിലെ ഈ രണ്ടാം പാദത്തിലെ ഈ ആദ്യ ആ ഭാഗങ്ങളിലെ സൂത്രങ്ങളിൽ നമുക്ക് ചോദ്യം വരുന്നത്. ഇവിടെ പരാമർശിച്ചിരിക്കുന്ന ഈ മന്ത്രങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന ആത്മ അല്ലെങ്കിൽ പരാമർശിച്ചിരിക്കുന്നത് എന്തിനെയാണ്? ശരീരസ്ഥനായിരിക്കുന്ന ജീവാത്മാവിനെയാണോ അതോ ഉപാസ്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ആത്മാ പരബ്രഹ്മമാണോ? ഉപാസ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ജീവാത്മാവിനെയാണോ അതോ പരമാത്മാവിനെയാണോ? ഈ ചോദ്യത്തോടു കൂടിയിട്ടാണ് ഈ സൂത്രങ്ങളെല്ലാം വരുന്നത്. ഈ ഭാഗത്തിൻ്റെ ലാസ്റ്റ് മന്ത്രം ഒരു മന്ത്രവും കൂടെ ഉണ്ട്, അതും കൂടെ നമുക്ക് കണ്ടേക്കാം. നാലാമത്തേത് 3:14 സർവകർമ്മ സർവകാമഃ സർവഗന്ധഃ സർവരസഃ സർവമിദം അഭ്യാത്തോ അവാക്യനാദര യേശമ ആത്മാ അന്തർഹൃദയ ഏതദ് ബ്രഹ്മ ഏതമിതി ഇതഃ പ്രേത്യാഭിസംഭവിതാസ്മീതി യസ്യ സ്യാദദ്ധാന വിചികിത്സാസ്തീതി സഹാസ്മ ശാണ്ഡില്യഃ. ഇതാണ് ശാണ്ഡില്യ മഹർഷിയുടെ വിദ്യയായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ശാണ്ഡില്യ മഹർഷി ഇപ്രകാരം പറഞ്ഞു. ശാണ്ഡില്യ എന്ന് പറയുമ്പോൾ ശാണ്ഡില്യ മഹർഷി ഇപ്രകാരം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? എല്ലാ കർമ്മങ്ങളോടുകൂടിയവനും എല്ലാ നല്ല ആഗ്രഹങ്ങളോടുകൂടിയവനും സുഖകരങ്ങളായ എല്ലാ ഗന്ധങ്ങളോടുകൂടിയവനും സാധുക്കളായ എല്ലാ രസങ്ങളോടുകൂടിയവനും ഈ ജഗത്തെല്ലാം വ്യാപിച്ചിരിക്കുന്നവനും വാഗാതീന്ദ്രിയങ്ങളോട് കൂടാത്തവനും സംഭ്രമമില്ലാത്തവനുമാകുന്നു എൻ്റെ ഹൃദയഭാഗത്തുള്ള ഈ ആത്മാവ്. അത് ബ്രഹ്മം തന്നെയാകുന്നു. ഞാൻ ഇവിടെ നിന്ന് മരിച്ചതിന് ശേഷം ഈ ബ്രഹ്മമായി തീരും എന്ന നിശ്ചയം ആർക്ക് സത്യമായിട്ടുണ്ടോ? ഇപ്പം ഈ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഞാൻ മരിച്ചതിന് ശേഷം ഞാൻ ബ്രഹ്മമായി തീരും എന്ന സങ്കല്പം ആർക്കുണ്ടോ അപ്പോൾ അവിടെ ഉപാസന വന്നു. അപ്പോൾ ആ ഒരു ഇരിക്കുന്ന വ്യക്തി ഇപ്പോഴും ജീവാത്മാ അഭിമാനിയായിട്ടാണ്, അതായത് ദേഹാഭിമാനിയായിട്ട് തന്നെയാണ് അല്ലെങ്കിൽ പ്രാണാഭിമാനിയായിട്ടുള്ള രീതിയിൽ പരിമിതാത്മാവായിട്ട് സ്വയം തന്നെ കാണുകയും ജീവാത്മാവായിട്ട് തന്നെ സ്വയം കാണുകയും തൻ്റെ ദേഹപതനാനന്തരം ഈ ത്യാഗത്തിന് ശേഷം ഞാൻ അവിടെ ഈ ബ്രഹ്മവുമായിട്ട് ഏകതയെ പ്രാപിക്കുന്നു എന്ന സങ്കല്പം വെച്ച് പുലർത്തുന്നവനുമാവുന്നു. അപ്പോൾ ഈ സങ്കല്പം വെച്ച് പുലർത്തുന്നു എന്നുള്ളതിനാണ് നമ്മൾ ആദ്യം തന്നെ കണ്ടത്. എന്താണോ സങ്കല്പിക്കുന്നത് അതായിട്ട് തീരുമെന്നുള്ളത് നമ്മൾ ഈ ഒന്നാമത്തെ മന്ത്രത്തിൽ കണ്ടു.
അപ്പോൾ അങ്ങനെ സങ്കല്പിക്കുന്നവൻ മരിച്ചതിന് ശേഷം ബ്രഹ്മമായി തീരും എന്ന നിശ്ചയം ആർക്ക് സത്യമായിട്ടുണ്ടോ? അപ്പോൾ ഈ സങ്കല്പത്തെ ഉറച്ചു വച്ചിരിക്കുന്നു, അതായത് ഞാൻ മരിച്ചു കഴിഞ്ഞ ശേഷം ബ്രഹ്മത്തിൽ തന്നെ ലയിക്കുന്നു എന്ന സങ്കല്പത്തിൽ ഉറച്ചു നിൽക്കുന്നവൻ, അതിൽ യാതൊരുവിധ സംശയവും ഇല്ലാത്ത വിധത്തിൽ ഈ വ്യക്തി വിദ്വാനുമാണ്. അതായത് വേണ്ട വിധത്തിൽ സങ്കല്പിക്കുന്നതിനകത്ത് നമുക്ക് ജ്ഞാനത്തിൻ്റെ ബലം വേണം. അപ്പോൾ വേണ്ട തരത്തിലുള്ള ജ്ഞാനമുണ്ട്. പക്ഷെ ആ ജ്ഞാനം ഈ മേഖലയിൽ ഈ ജ്ഞാനം ഈ സങ്കല്പത്തെ ഉറപ്പിക്കുവാൻ സമർത്ഥമായ ജ്ഞാനമാണ്. സങ്കല്പത്തെ അതിക്രമിച്ചിട്ട് അഹം ബ്രഹ്മാസ്മി എന്ന് ഇപ്പോൾ തന്നെ പ്രഖ്യാപിക്കാനുള്ള ജ്ഞാനം ആയിട്ടില്ല. പകരം ജ്ഞാനം നിൽക്കുന്നത് ഈ കാരണത്താൽ ഞാൻ ബ്രഹ്മമാകുന്നു എന്ന ഉറച്ച സങ്കല്പം എനിക്കുണ്ട്. അതിനാൽ ദേഹപതനാനന്തരം ഞാൻ ആത്മാവാകും, ബ്രഹ്മമാകും. ഇത്തരത്തിലാണ് സങ്കല്പം പോകുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ ദുഃഖിയുമാണ്, പരാധീനമാണ്, പിന്നെ വിഷയ ആസക്തനാണ്, വിഷയഭോഗിയാണ്, കാമകാമിയാണ്, ഇങ്ങനെയൊക്കെയുള്ള എല്ലാം പറയാം. അതായത് പിന്നെ എന്താണ്, പ്രാരബ്ധവാൻ ആണ്, ഇങ്ങനെയൊക്കെ പറയാം. അതായത് വേറൊന്നുമില്ല, എന്തെങ്കിലും കാരണം വന്നാൽ എനിക്ക് ദുഃഖിക്കേണ്ട ഒരു അവസരം വന്നാൽ ഞാൻ ദുഃഖിക്കുന്നു, എനിക്ക് കോപിക്കേണ്ട ഒരു അവസരം വന്നാൽ ഞാൻ കോപിക്കുന്നു, എനിക്ക് സന്തോഷിക്കേണ്ട ഒരു അവസരം വന്നാൽ ഞാൻ സന്തോഷിക്കുന്നു. പിന്നെ എങ്ങനെ ഞാൻ ബ്രഹ്മമാകും? ഇതാണ് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. എനിക്ക് ദേഷ്യം വന്നല്ലോ, അതുകൊണ്ട് ഞാൻ പിന്നെ ബ്രഹ്മമാവത്തില്ലല്ലോ. എനിക്ക് കാമനകൾ ഉണ്ടായല്ലോ, എനിക്ക് ആഗ്രഹം ഉണ്ടായല്ലോ, അതുകൊണ്ട് ഞാൻ പിന്നെ ബ്രഹ്മമാവത്തില്ലോ. അപ്പം പിന്നെ ഞാൻ എപ്പോഴാണ് ബ്രഹ്മമാവുക? ഞാനിപ്പം ബ്രഹ്മമാവത്തില്ല. ഞാനിപ്പോൾ സാധാരണക്കാരനെ പോലെ തന്നെ, എല്ലാവരും സാധാരണക്കാരനാണ്, അതുകൊണ്ട് ഞാനും സാധാരണക്കാരനാണ്. ഞാൻ ബ്രഹ്മമാണ് എന്നറിയാവുന്ന ഒരു സാധാരണക്കാരൻ. പിന്നെ ഞാൻ ഇങ്ങനെ സങ്കല്പിച്ച് അങ്ങനെ മുന്നോട്ട് പോയിക്കൊള്ളാം. ഇതൊക്കെയാണ് ധാരണ. പക്ഷേ ഇതിനെ ഈ മന്ത്രങ്ങളിൽ നമുക്ക് കാണാം, ശാണ്ഡില്യ മഹർഷി ഇതിനെ ഒരു ഉപാസനയാക്കി. അതായത് നമുക്ക് ഈ മന്ത്രത്തിൽ കാണാം ഉപാസിത എന്ന പ്രയോഗമുണ്ട്. അപ്പോൾ അവിടെ അതൊരു ഉപാസനയായി കഴിയുമ്പോൾ ബ്രഹ്മത്തെയാണ് ഉപാസിക്കുന്നത്. ആ ബ്രഹ്മത്തെ ഉപാസിക്കുന്നത് തജ്ജം, തല്ലം, ഇങ്ങനെയൊക്കെയുള്ള ആ പ്രയോഗത്തിലൂടെയാണ്, തദൻ, ഇങ്ങനെയാണ് ഉപാസിക്കുന്നത്. ആ ഉപാസനയുടെ ഫലമായിട്ട് ഈ വ്യക്തി മരണാനന്തരം ബ്രഹ്മവുമായിട്ട് ഏകീഭവിക്കും. അപ്പം ആ വിദ്വാൻ അപ്രകാരമുള്ള ഈശ്വരഭാവത്തെ പ്രാപിക്കുമെന്ന് ഇതാരാ പറഞ്ഞിരിക്കുന്നത്? ശാണ്ഡില്യ മഹർഷി പറഞ്ഞു. ഉപനിഷത്ത് വാക്യമാണ്, അതിനാൽ അത് സത്യവുമാണ്. ഉപനിഷത്തിനകത്ത് അസത്യം പറയത്തില്ല. അതുകൊണ്ട് ഈ വ്യക്തി ഇവിടെ മരണാനന്തരം ബ്രഹ്മത്തെ പ്രാപിക്കും എന്ന് തന്നെ ശാണ്ഡില്യ മഹർഷി പറഞ്ഞിരിക്കുന്നു എന്ന്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ നമ്മൾ കാണാൻ പോകുന്ന സൂത്രങ്ങൾക്ക് ആധാരമായിട്ടുള്ള മന്ത്രങ്ങൾ. അപ്പം നമുക്കിനി രണ്ടാമത്തെ പാദം ഒന്നാമത്തെ സൂത്രം കാണാം. അപ്പോൾ രണ്ടാം പാദത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇതാണ്. അതായത് നമ്മൾ ഒന്നാമത്തെ പാദത്തിൽ കണ്ട വിഷയം പറയാം. ഒന്നാമത്തെ പാദത്തിൽ കണ്ടത് അവിടെ ബ്രഹ്മത്തെക്കുറിച്ച് നേരിട്ട് പറഞ്ഞു, ജന്മാദ്യസ്യ യതഃ എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ ആ ശ്രുതികളിൽ എവിടെയെങ്കിലുമൊക്കെ ആകാശത്തെക്കുറിച്ച് പറയുന്നു, പ്രാണനെക്കുറിച്ച് പറയുന്നു, ഗായത്രിയെക്കുറിച്ച് പറയുന്നു, ഇങ്ങനെയൊക്കെയുള്ള പല ഭാഗങ്ങൾ കണ്ടു. അതെല്ലാം പറയുന്നത് ബ്രഹ്മത്തെ തന്നെയാണ് എന്ന് കണ്ടു. അതുപോലെ തന്നെ ചില മന്ത്രങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പരമേശ്വരൻ്റെ സർവജ്ഞത്വം, സർവശക്തിത്വം, സർവാധ്യക്ഷത്വം, സർവാധാരത്വം തുടങ്ങിയിട്ടുള്ളതെല്ലാം അവിടെ വ്യക്തമായിട്ട് തന്നെ എടുത്തു പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഭാഗത്തെല്ലാം സ്പഷ്ട ബ്രഹ്മലിംഗവാക്യങ്ങളായിട്ട് അതിലൂടെ നമ്മൾ അറിഞ്ഞാൽ, അതാണ് അഹമസ്മീതി. അതാണ് ബ്രഹ്മത്തെ അറിയുന്നു പരോക്ഷമായിട്ടല്ല, കാരണം ബ്രഹ്മത്തെ അറിയുന്നു അപരോക്ഷമായിട്ട്. അഹമസ്മീതി എന്നുള്ള ജ്ഞാനം വന്നെങ്കിൽ മാത്രമേ അഹം ബ്രഹ്മാസ്മീതി, അഹമസ്മീതി എന്ന് പറഞ്ഞാൽ ബ്രഹ്മം, അഹം ബ്രഹ്മാസ്മീതി എന്നുള്ളത് അപ്പോഴാണ് അവിടെ പരോക്ഷജ്ഞാനം വന്നത്. അപ്പോൾ അഹം ബ്രഹ്മ ജാനാമി എന്ന് പറയുമ്പോൾ അത് പരോക്ഷജ്ഞാനം. അഹം ബ്രഹ്മ ജാനാമി, അഹം ഈശ്വരം ജാനാമി, അഹം ശ്രീകൃഷ്ണ ഭഗവന്തം ജാനാമി, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ ശ്രീരാമം ജാനാമി, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ അവിടെ നമ്മൾ പരോക്ഷജ്ഞാനത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ പരോക്ഷജ്ഞാനം വരുമ്പോൾ ഈശ്വരനെ ഉപാസ്യം എന്നുള്ളത് എടുത്തേക്കണം. അപ്പോൾ അവിടെയാണ് നമ്മൾ ഉപാസിക്കേണ്ടത്. അവിടെ നമുക്ക് കേവലം ജ്ഞാനമല്ല വേണ്ടത്, നമുക്ക് ഉപാസിക്കണം. അവിടെ ആ ഉപാസന എന്ന് പറയുന്നത് കായേന വാച മനസ്സാ,
സേവ. ഇതാണ് ഭജ് സേവായാം. ഭജിക്കുക എന്ന് പറഞ്ഞാൽ സേവയാണ്. ഉപാസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട്. അതായത് ധ്യാനത്തിലൂടെ പല എങ്ങനെയൊക്കെയാണ് ഉപാസിക്കേണ്ടത് അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഭഗവാന് ഭഗവത്ഗീതയിൽ പല അധ്യായങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആത്മനഃ. അപ്പോൾ അവിടെ യജ്ഞത്തിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളെല്ലാം ഈ ഉപാസനയുമായിട്ട് നമ്മൾ ചേർത്ത് കാണാം. അപ്പോൾ യജ്ഞം വേറെ, ഉപാസന വേറെ, ഇങ്ങനെ രണ്ടായിട്ട് എടുക്കേണ്ട കാര്യമില്ല. അവിടങ്ങളിൽ നമ്മൾ വൈദികമായിട്ട് ബാഹ്യരൂപത്തിൽ ചെയ്യുന്ന യജ്ഞത്തെക്കുറിച്ചല്ല പറഞ്ഞത്. അങ്ങനെ യജ്ഞം ചെയ്യുമ്പോൾ പോലും അത് അന്ധക്കരണത്തിൽ അത് ഉപാസനയുടെ ഭാഗമായിട്ട് വേണമെങ്കിലും കാണാം. അപ്പോൾ ഒരേ സമയം തന്നെ നമ്മൾ പുറത്ത് യജ്ഞം ചെയ്യുകയും അകത്ത് ഉപാസനയും കൂടെ ചേർത്ത് പോകാം. ചിലപ്പോഴാണെങ്കിൽ ചിലർക്ക് അങ്ങനെ അകത്ത് സങ്കല്പങ്ങളൊന്നും ഉണ്ടാവത്തില്ല, പുറത്ത് കർമ്മം മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അങ്ങനെയും പോകാം. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്നാമത്തെ സൂത്രം കാണുകയാണ്, സർവത്ര പ്രസിദ്ധോപദേശാത്. രണ്ടാം ഭാഗത്തിലെ ഒന്നാമത്തെ സൂത്രം ഇതാണ്, സർവത്ര പ്രസിദ്ധോപദേശാത്. എല്ലാ ശ്രുതികളിലും പ്രസിദ്ധമായിട്ട് ഉള്ളത് ഈശ്വരനെ ഉപാസിക്കുവാൻ എന്നാണ്. അതാണ് അവിടുത്തെ പ്രയോഗം. അപ്പോൾ ഇത് നമുക്ക് ഭാഷ്യത്തിലൂടെയാണ് കിട്ടുന്നത്. ഈശ്വരന് ആണ് ഉപാസ്യമായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ രണ്ടേ ഉള്ളൂ ചോദ്യം. ഇവിടെ ചോദിക്കുന്നത് ഇതാണ്, ഇവിടെ ഉപാസിക്കാൻ പറഞ്ഞിരിക്കുന്നത് ആരെയാണ്? ജീവാത്മാവിനെയാണോ ഉപാസിക്കാൻ പറയുന്നത്, ഈശ്വരനെയാണോ ഉപാസിക്കാൻ പറയുന്നത്? പിന്നെ മൂന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജഡവസ്തുവാണുള്ളത്. ആകപ്പാടെ ഉള്ളത് മൂന്നെണ്ണമാണ്. ഒന്ന് ഇതം എന്ന് പറയാവുന്ന നമുക്ക് ഇതം ജഗത്ത്, രണ്ടാമത്തേത് അഹം എന്ന് പറയുന്ന അഹം ജീവാത്മാ, മൂന്നാമത്തേതെന്ന് പറയുന്നത് ഈശ്വരൻ. അപ്പോൾ ഈശ്വരൻ എന്ന് പറയുന്ന ബ്രഹ്മം എന്ന് പറയുന്നത് നമ്മൾ ഭേദമൊന്നും കൽപ്പിക്കേണ്ട കാര്യമില്ല, ഈശ്വരൻ എടുത്താൽ മതി. അപ്പോൾ ഈ മൂന്നെണ്ണം, ഞാൻ, ഈശ്വരന്, ലോകം, ഇങ്ങനെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഉപാസിക്കുവാൻ പറയുന്നത് ലോകത്തെ ഉപാസിക്കുക എന്നുള്ളതാണ് സാധാരണ സംസാരിയുടെ ഗതി. അവിടെ ഉപാസിക്കുക എന്ന് പറയുന്നില്ല, സേവിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഭജ സേവായ എന്ന് പറഞ്ഞാൽ സേവിക്കാൻ പറയുന്നു, അത് ലോകത്തെ സേവിച്ചു കഴിഞ്ഞാൽ സംസാരി എന്ന് പറയുന്നു, ഭഗവാനെ സേവിച്ചാൽ ഭക്തൻ എന്ന് പറയുന്നു. ഇത്രയേ ഉള്ളൂ. സേവ തന്നെയാണ് നടക്കുന്നത്. വിഷയ സേവ എന്ന് പറയുന്നത്, അതിന് പലതരത്തിലുള്ള സേവ എന്ന് പറയും. ഇങ്ങനെ പോകുന്നു എന്നുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്കിപ്പം കാണുന്നത് സർവത്ര പ്രസിദ്ധോപദേശം ഉള്ളത്, അതായത് ഉപനിഷത്തുകളിലെ ഉപദേശത്തിനെയാണ് സർവത്ര എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ നമുക്ക് സർവത്ര എന്ന് പറഞ്ഞാൽ ലോകെ എന്നുള്ളതിന് അർത്ഥമില്ല. ഇവിടെ ഉള്ളത് ഈ ശാസ്ത്രേ എന്നുള്ള. സർവത്ര എന്ന് പറഞ്ഞാൽ ശാസ്ത്രേ, ശാസ്ത്രത്തിൽ, അതായത് വേദം. ശാസ്ത്രം എന്ന് പറയുമ്പോൾ പല ശാസ്ത്രങ്ങളിലേക്കും പോകേണ്ട വേദം. വേദത്തിലെ നമുക്ക് ഇവിടുത്തെ പരാമർശ വിഷയം എന്ന് പറയുന്നത്, നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഉപനിഷത്തുക്കളാണ്. അതുകൊണ്ട് ഉപനിഷത്ത് എന്നുള്ളത് എടുത്താൽ മതി, സർവത്ര എന്നുള്ളതിന്. അപ്പം സർവത്ര പ്രസിദ്ധ ഉപദേശാൻ, സർവത്ര പ്രസിദ്ധമായിട്ടുള്ള ഉപദേശമുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് ബ്രഹ്മത്തെ ഉപാസിക്കാൻ വേണ്ടിയിട്ടാണ്, അഥവാ ഈശ്വരനെ ഉപാസിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിവിടെ കാണണം, ചില സന്ദർഭത്തിൽ ബ്രഹ്മവും ഈശ്വരൻ എന്ന് പറയുന്നത് ഒരേ അർത്ഥത്തിൽ തന്നെ പറയും. അപ്പം ഇങ്ങനെ എല്ലാ ശ്രുതികളിലും സ്മൃതികളിലും പുരാണങ്ങളിലും ഈശ്വരനെ ഉപാസിക്കുവാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം. വിവക്ഷിത ഗുണോപപത്തേശ്ച, വിവക്ഷിത ഗുണോപപത്തി. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഉപാസിക്കാൻ പറയുന്നത്? ഇവിടെ ഉപാസിക്കാൻ വേണ്ടിയിട്ട് നമുക്കുള്ളത്, നമുക്ക് ലോകത്തിലുള്ള ഒന്നും ഉപാസനായോഗ്യമായിട്ടില്ല. കാരണം അത് ജഡത്വാതുണ്ട്. അപ്പം ജഡമായിട്ടുള്ള ഒന്നിനെ ഉപാസിച്ചു കഴിഞ്ഞാൽ ചേതന, അതിനേക്കാളും താഴ്ന്നു നിൽക്കുന്ന ജഡത്തിനെ ഉപാസിച്ചു കഴിഞ്ഞാൽ നേട്ടങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അപ്പം നമുക്ക് ഈ കാര്യം കൂടെ നമ്മളൊന്ന് അറിയണം. അതായത് ജഡത്തിനെ ഉപാസിച്ചു കഴിഞ്ഞാൽ ജഡാത്മകത്വമല്ലേ ലഭിക്കത്തുള്ളൂ, ചേതനാത്മകത്വം ലഭിക്കത്തില്ലല്ലോ. അപ്പം ചേതനാവാനായ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ജഡത്തെ ഉപാസിക്കുക എന്ന് പറയുന്നതിനകത്ത്, ജഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി നേരത്തുള്ളൂ. പ്രകൃതി ഉപാസിച്ചു എന്നുള്ളത് കൊണ്ട്, പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഗത്ത് എന്നർത്ഥം. നമുക്ക് ദൃശ്യഗോചരമായിട്ടുള്ള ഒന്നിനെ ഉപാസിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നിരന്തരം വിചാരം ചെയ്തു. ഇപ്പം ഒരു ശില്പി ഒരു ശില്പം ഉണ്ടാക്കുന്നു, അതൊരു ഉപാസനയാണ്. അപ്പോൾ അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശില്പം ഉണ്ടാക്കി, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ഒരു ശില്പം ഉണ്ടാക്കി, ആ ശില്പം ഉണ്ടായി എന്നുള്ള ഒരു ലാഭത്തിന് അപ്പുറത്തേക്ക് പ്രത്യക്ഷത്തിലുള്ള ഒരു ലാഭവും അവിടെ ഉണ്ടാവാൻ പോകത്തില്ല എന്ന് സാരം. ഇനി അതിൻ്റെ പേരിൽ വേറെ മുക്തി ലഭിക്കുമോ, അതല്ലെങ്കിൽ എന്താ നമ്മൾ പറയുന്ന ബാക്കി പുരുഷാർത്ഥ സിദ്ധി എന്ന് പറയുന്ന മോക്ഷം, അതാണല്ലോ കിട്ടേണ്ടത്, അത് കിട്ടത്തില്ല എന്ന് സാരം. അതാണ് അവിടുത്തെ
ഉദ്ദേശിക്കുന്ന അർത്ഥം. ഇപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പുരുഷാർത്ഥ സിദ്ധിയായിട്ടുള്ള ഈ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആരെയാണ് ഉപാസിക്കേണ്ടത്? അപ്പോൾ ലോകത്തെ വിട്ട് കഴിഞ്ഞാൽ ഉപാസനയ്ക്ക് യോഗ്യമായിട്ടുള്ളത് പിന്നുള്ളത് രണ്ടെണ്ണമാണുള്ളത്. ഒന്ന് ജീവാത്മാ, രണ്ട് ഈശ്വരൻ. ഈ രണ്ടെണ്ണത്തിൽ ജീവാത്മാവിനെ ഉപാസിക്കുവാനാണോ പറയുന്നത്, ഈശ്വരനെ ഉപാസിക്കുവാനാണോ പറയുന്നത് ഈ പറഞ്ഞ മന്ത്രങ്ങളിൽ? ഇതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പോൾ അതിന് മറുപടി പറയുകയാണ്, വിവക്ഷിത ഗുണോപപത്തേശ്ച. വിവക്ഷിത ഗുണം എന്ന് പറഞ്ഞാൽ പ്രത്യേക ഗുണത്തോടു കൂടിയിട്ട് പറഞ്ഞിരിക്കുന്നത് ആരെയാണോ അവരെയാണ് ഉപാസിക്കേണ്ടത്. ഇവിടെ ഇപ്പം പറഞ്ഞിരിക്കുന്നത് ആരോ ഈശ്വരനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതായത് ശ്രുതികളിലെ ഈ മഹിമകൾ പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പം കണ്ട ഈ ഇതിനകത്ത് പലതുമുണ്ടല്ലോ. ഇങ്ങനെയൊക്കെയാണല്ലോ പറഞ്ഞത്. എല്ലാ രസങ്ങളോട് കൂടിയവനും ജഗത്തെല്ലാം വ്യാപിച്ചിരിക്കുന്നവനും വാഗാതീന്ദ്രിയങ്ങളോട് കൂടാത്തവനും, ഇങ്ങനെയുള്ള പ്രയോഗങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത് ബ്രഹ്മത്തിനെക്കുറിച്ച് മാത്രമേ സാധ്യമാവത്തുള്ളൂ. അത് ജീവനെക്കുറിച്ച് പറയുക സാധ്യമല്ല. ഇതാണ് വിവക്ഷിത ഗുണോപപത്തേശ്ച എന്ന് പറഞ്ഞ രണ്ടാമത്തെ സൂത്രം. അനുപപത്തേസ്തു ന ശാരീരഃ. അതുപോലെ തന്നെ അനുപപത്തേഹേ ഉപപത്തി ഇല്ലാത്തതിനാൽ, ഉപപത്തി എന്ന് പറഞ്ഞാൽ ചേരുക എന്നർത്ഥം. ഉപപത്തി ഇല്ലാത്തതിനാൽ, ചേരാത്തതിനാൽ എന്നർത്ഥം. അനുപപത്തേശ്ച എന്ന് പറഞ്ഞാൽ ചേരാത്തതിനാൽ. എന്തിനോടാണ് ചേരാത്തത്? ഈ പറഞ്ഞിരിക്കുന്ന മഹിമകളെന്നും ജീവാത്മാവിനോട് ചേരാത്തതിനാൽ. അതാണ് അനുപപത്തേസ്തു ന ശാരീരഃ. ശാരീരഃ എന്ന് പറയുന്നത് ജീവാത്മാ. ഈ പറഞ്ഞിരിക്കുന്ന മഹിമകളൊന്നും ചേരാത്തതിനാൽ ന ശാരീരഃ, ജീവാത്മാവല്ല ആര് ജീവാത്മാവിനെ അല്ല ഉപാസിക്കേണ്ടത്, അല്ലെങ്കിൽ ജീവാത്മാവല്ല ഉപാസ്യമായി പറഞ്ഞിരിക്കുന്നത് എന്നു മാത്രമല്ല, ഇപ്പം നമുക്ക് ഇവിടെ ഈ മന്ത്രത്തിലുണ്ടല്ലോ, യേശാന്തർഹൃദയ ഏതദ് ബ്രഹ്മൈതമിത പ്രേത്യ, ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗമുണ്ട്. യേശ മ ആത്മാ എന്ന്. അവിടെ മ എന്ന് പറഞ്ഞാൽ മേ എന്നർത്ഥം. മേ എന്ന് പറഞ്ഞാൽ എൻ്റെ എന്നർത്ഥം. യേശഃ മേ ആത്മാ, ഇത് എൻ്റെ ആത്മാ എന്നുള്ള പ്രയോഗത്തിൽ ഹൃദയവർത്തിയാണ്, യവത്തിനേക്കാളും ചെറുതാണ്. അപ്പം ഹൃദയം എന്ന് പറയുന്നത് നമുക്ക് സങ്കല്പത്തിൽ ദേഹമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പം ദേഹമധ്യത്തിൽ യവത്തിനേക്കാളും ചെറുതെന്ന് പറയുമ്പോൾ ഏറ്റവും ചെറുതായിട്ടുള്ളത് എന്നർത്ഥം കൊടുക്കുന്നു. അത്രയ്ക്ക് ചെറുതായിട്ടുള്ള ഒന്ന്, ശരീരവർത്തിയായിട്ടുള്ള ഈ ആത്മാവ് ജീവാത്മാവല്ലാതെ എങ്ങനെ പരബ്രഹ്മമാകും? കാരണം പരബ്രഹ്മത്തിനെ കുറിച്ച് പറയുന്നത് ഇത് ആകാശ ശരീരം ബ്രഹ്മ, ഇങ്ങനെയൊക്കെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആകാശത്തെ പോലെയാണ് ബ്രഹ്മമുള്ളതെന്ന് പറഞ്ഞാൽ സർവത്ര വ്യാപിത്വത്തിനെ കാണിക്കാനാണ്. അപ്പോൾ ഹൃദയവർത്തിയായിട്ട് യവത്തിനേക്കാളും ചെറുതെന്ന് പറയുന്നത് ആകാശത്തിനേക്കാളും മഹിമയുള്ള ബ്രഹ്മത്തിനോട് ചേരാത്തതാണ്. അതുകൊണ്ട് ഇവിടെ ഉപാസിക്കാൻ പറഞ്ഞിരിക്കുന്നത് ജീവാത്മാവിനെയാണെന്നാണ് പ്രതിപക്ഷം കൊണ്ടുവരുന്നത്. അപ്പം ആ വാദത്തിന് മറുപടി പറയുകയാണ്, കർമ്മകർത്തൃ വ്യപദേശാച്ച. അതായത് കർമ്മകർത്തൃ വ്യപദേശാത്ത് എന്ന് പറഞ്ഞാൽ ജഗത് സൃഷ്ടിയാദി കർമ്മങ്ങളും കർത്തൃത്വഭാവവും ഈശ്വരൻ തന്നെ ഉപാസ്യൻ എന്ന്. അതായത് ഇവിടെ കർമ്മകർത്തൃത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഗത്ത് നമ്മൾ കണ്ട തജ്ജം, തല്ലം, ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങളുണ്ടല്ലോ, അതെല്ലാം ഇവിടെ ബ്രഹ്മത്തിന് തന്നെയാണ്, ഈശ്വരന് തന്നെയാണ് യോജിക്കുന്നത്, അല്ലാതെ ജീവാത്മാവിന് യോജിക്കുകയില്ല. അതാണ് കർമ്മകർത്തൃ വ്യപദേശ. വ്യപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപദേശം എന്നാണ്. ശബ്ദവിശേഷാത്, പിന്നെ അതേമാതിരി ഒരു ശബ്ദവിശേഷവും കൂടെ, അതും കൂടെ ചേർക്കണം. ഈ കഴിഞ്ഞ സൂത്രത്തിനോടൊപ്പം ചേർത്ത് കഴിഞ്ഞാൽ ശബ്ദവിശേഷാത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ശബ്ദവിശേഷമുണ്ട്. ആ ശബ്ദവിശേഷം ഏതാ? ഇവിടെ ഉപാസ്യനെന്നും ഉപാസകനുമെന്നുള്ള ശബ്ദവിശേഷമുണ്ട്. ഈ മേ ആത്മാ എന്നുള്ള പ്രയോഗത്തിൽ ഉപാസകനാണ് മേ ആത്മാ എന്നതിൽ മേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉപാസകൻ മേ എന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മാ എന്ന് പറയുന്നതിനകത്ത് ഞാനാണ് ഉപാസകൻ, അവിടെ ആത്മാ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഉപാസ്യം. അപ്പോൾ മേ ആത്മാ എന്ന പ്രയോഗം അത് ഹൃദയത്തിൽ വസിക്കുന്നു എന്ന് പറയുന്നതിലത്തെ മേ എന്ന് പറഞ്ഞിരിക്കുന്നത് ജീവന് വേണ്ടിയിട്ടും ആത്മാ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈശ്വരന് വേണ്ടിയിട്ടുമാണ്.
അതാണ് ഇത് രണ്ടും കൂടി എടുക്കണം, ശബ്ദവിശേഷ. പിന്നെ പറയുന്ന, അതായത് ഇവിടെ നമ്മുടെ ഈ കർത്തൃകർമ്മ വ്യപദേശാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോടൊപ്പം ഈ ശബ്ദവിശേഷാത്തും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കൊരർത്ഥം കിട്ടുന്നത് ഇതാണ്. അതായത് ഉപാസകനും ഉപാസ്യവും ഒന്നായിരിക്കുക സാധ്യമല്ല. ഞാൻ എന്നെ തന്നെ ഉപാസിക്കുന്നു. എങ്ങനെയുള്ള എന്നെ ഉപാസിക്കുന്നു? ഞാൻ ദുഃഖിയും ദരിദ്രനും ദീനനും ബലഹീനനുമായ ഞാൻ ബലവാനും സുഖിയും സർവാന്തര്യാമിയും സർവവ്യാപിയുമായിരിക്കുന്ന എന്നെ ഉപാസിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ എന്നെ ഉപാസിക്കുന്നു എന്ന് പറയുന്നതിന് സമമാകുന്നു. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉപാസകനും ഉപാസ്യവും ഒന്നായിട്ടിരിക്കുക സാധ്യമല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉപാസന ഇല്ലല്ലോ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നെ തന്നെ ഒരു രാജാവായിട്ടങ്ങ് സങ്കല്പിക്കുന്നു. അപ്പം ഞാൻ എന്നെ തന്നെ ഒരു രാജാവായിട്ട് സങ്കല്പിക്കുന്നു എന്ന് പറഞ്ഞതിന് സമമായിട്ട് മാറുന്നു. ഞാൻ എന്നെ തന്നെ ഈശ്വരനായിട്ട് അങ്ങ് സങ്കല്പിക്കുന്നു. അപ്പം ഞാൻ എന്നെ ഈശ്വരനായിട്ട് സങ്കല്പിച്ചു എന്നുള്ളത് കൊണ്ട് ഇതാണ് എല്ലാവരും പറഞ്ഞു നടക്കുന്നത്. ഈ വേദാന്തം പഠിച്ച ആൾ അവനവൻ തന്നെ സ്വയം ഈശ്വരനാണെന്ന് സങ്കല്പിച്ച് നടക്കുന്നു. അതല്ല. അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ സങ്കല്പിക്കാൻ പറ്റത്തില്ല എന്നാണ് ഈ സൂത്രം പറയുന്നത്. അതായത് ഇവിടെ പറയുന്നത് ശബ്ദവിശേഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപാസകനും ഉപാസ്യവും രണ്ടാകും. മേ ആത്മാ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ അഹം ആത്മാ എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. മേ ആത്മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ ആത്മാ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആത്മാ എന്ന് അഹം ഉപാസ്മി എന്നൊന്നും അല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. ഞാൻ എന്നെ തന്നെ ഉപാസിക്കുന്നു എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അഹം വിജാനാമി മാം വിജാനാമി അഹം ബ്രഹ്മാസ്മി ഇതി അഹം മാം ബ്രഹ്മ ഇതി ജാനാമി എന്നാണ് പറയുന്നത്. അവിടെ ഈ ഉപാസന കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് പിന്നീട് അത് അന്യമായിട്ട് വേണം. അന്യം ചേത് ഉപാസിതവ്യം അനന്യം ചേത് ജ്ഞാതവ്യം അഹമസ്മീതി ജ്ഞാതവ്യം എന്നർത്ഥം. അതായത് പത്താമൻ ഞാനെന്ന് തിരിച്ചറിയലാണ്. പത്താമൻ ഞാനെന്ന് ഉപാസിച്ചാൽ അന്വേഷകനായിട്ടുള്ള ഇവൻ പത്താമനാരാണെന്ന് 10 പേര് ഉള്ളതിനകത്ത് നഷ്ടപ്പെട്ടു പോയ പത്താമൻ ഇവൻ തന്നെയാണ്. അവനെ കൂട്ടിയില്ല, ബാക്കിയുള്ള 9 പേരെയും കൂട്ടി. അപ്പോൾ ഇവിടുന്ന് ആരോ ഒരാൾ പറഞ്ഞിട്ട് നീയാണ് പത്താമനെന്ന് നീ അങ്ങോട്ട് ഉപാസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തി എങ്ങനെ ഇപ്പോൾ ഉപാസിക്കും? ഈ ഉപാസിച്ചു കഴിഞ്ഞാൽ എത്ര കാലം ഈ വ്യക്തിക്ക് ഉപാസിക്കും? നഷ്ടപ്പെട്ടു പോയ പത്താമൻ ഞാനാണ്. നഷ്ടപ്പെട്ടു പോയ അപ്പോൾ ഉപാസന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ പ്രയോഗത്തിൽ നിൽക്കത്തില്ല, ഒരു വാക്കിൽ നിൽക്കത്തില്ല. ഉപാസന എന്ന് പറഞ്ഞാൽ ഒരു തുടർച്ചയാണല്ലോ. ആ തുടർച്ചയെന്ന് പറയുന്നത് ഞാൻ ഫലസിദ്ധി പര്യന്തം അല്ലെങ്കിൽ നിശ്ചിത കാലപര്യന്തം ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഏതെങ്കിലും ഒരു കാലത്തിനനുസരിച്ചോ അല്ലെങ്കിൽ ഫലം കിട്ടുന്നത് വരെയോ. ഇപ്പം ഓരോരുത്തർ ഉപാസന ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടാലേ എൻ്റെ ഉപാസന നിർത്തത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള രാവണൻ്റെ തുടങ്ങിയിട്ടുള്ള ഉപാസനയുണ്ട്. അത് ഫലസിദ്ധിയാണ്. അവിടെ കിട്ടിയെങ്കിന്നിടം വരെ അത് പോകും. മറ്റേതാണ് നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 3 ദിവസത്തെ 1 ദിവസത്തെ ഷഷ്ടി വ്രതം ഇതുണ്ടല്ലോ, 6 മാസത്തെ വ്രതമോ അല്ല 6 ഷഷ്ടിന്നോ നോക്കുമല്ലോ. ഇങ്ങനെയൊക്കെയുള്ള ഓരോ കണക്കുകളുണ്ടല്ലോ ഓരോ. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ ചെയ്തു കിട്ടും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ആ മാതിരി പരിപാടികളൊന്നും നടക്കത്തില്ല എന്ന് സാരം. പിന്നെ അപ്പോൾ അതുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അഹം ബ്രഹ്മാസ്മീതി ഉപാസിതവ്യം എന്ന് പറയുന്നത് സാധ്യമല്ല. അതാണ് അതിൻ്റെ ഉദ്ദേശം. പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് കാണാം സ്മൃതേശ്ച, സ്മൃതികളിലും പറഞ്ഞിട്ടുണ്ട്. സ്മൃതികൾ എന്താ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ സ്മൃതി എന്ന് എപ്പോഴും നമ്മൾ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് മഹാഭാരതം സ്മൃതിയാണ്. അതാണ് മഹാഭാരതം, രാമായണം ഒക്കെ തന്നെ സ്മൃതിയാണ്. ആ സ്മൃതി ഗ്രന്ഥങ്ങളിലാണ് ഇതൊക്കെ പെടുക. അപ്പോൾ അവിടെ എന്താ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, മയ്യേവ മന ആധസ്വ മയി ബുദ്ധിം നിവേശയ നിവസിഷ്യസി മയ്യേവ അത ഊർധ്വം ന സംശയഃ. പിന്നെ അന്തകാലേ ച മാമേവ സ്മരൻ മുക്ത്വാ കളേബരം യഃ പ്രയാതി സമദ്ഭാവം യാതി നാസ്ത്യത്ര സംശയഃ. വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അന്ത്യഭാവി യഃ പ്രയാതി
സമദ്ഭാവം എന്നുള്ള അന്തകാലേ എന്നൊക്കെയുള്ള പ്രയോഗം ഉണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് എന്താ? മയ്യേവ മനാധസ്വ, എന്നിൽ മനസ്സിനെ ഉറപ്പിക്കുക. മൈ ബുദ്ധിം നിവേശ്യ, എന്നിൽ ബുദ്ധിയെ ഉറപ്പിക്കുക, പ്രവേശിക്കുക. നിവസിഷ്യസി മയ്യേവ, എന്നിൽ തന്നെ വസിക്കുക. അത ഊർധ്വം ന സംശയ, അതിനുശേഷം പിന്നെ താഴേക്കില്ല. ഊർധ്വം അതഹ ഊർധ്വം, പിന്നെ അങ്ങോട്ട് വെച്ചടി കയറ്റമായിരിക്കും എന്ന് സംശയ എന്ന് പറഞ്ഞാൽ സംസാര സാഗരത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നു. ഇതാണ് ഈ ഊർധ്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഉടൻ തന്നെ ഇനി തൊട്ട ഉടനെ എനിക്കിനിയിപ്പം ഭൂർലോകത്തിലേക്ക് കയറുമോ? നമ്മുടെ ബുദ്ധിയല്ലേ അങ്ങനെയൊക്കെയാണ്. ഭൂർലോകത്തിലേക്ക് കടക്കുമ്പോൾ ഞാൻ ഇനിയിപ്പം ഗന്ധർവ്വലോകത്തിലെങ്ങാനും നിന്ന് പോകുമോ? ഗന്ധർവ്വലോകത്തിൽ നിന്ന് കഴിയുമ്പോൾ ഗന്ധർവനെയോ അല്ലെങ്കിൽ ഗന്ധർവിയോ അപ്സരസിനെയോ ഇവരുമായിട്ട് എനിക്ക് ചങ്ങാത്തം ഉണ്ടാവുമോ? ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. അല്ലെങ്കിൽ ഇനിയിപ്പം ഞാൻ യക്ഷലോകത്തിൽ പോകുമോ? അല്ലെങ്കിൽ അവാന്തര ലോകങ്ങളുണ്ടല്ലോ. ഈ അവാന്തര ലോകങ്ങൾ എത്രയാണ്, എണ്ണമറ്റ ലോകങ്ങളുണ്ട്. ഇതിനകത്ത് എങ്ങോട്ടാണ് ഇതിൻ്റെ വഴിയെങ്ങാനും തെറ്റിപ്പോകുമോ? ഊർധ്വലോകത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം കാട്ടിലോട്ട് കയറിയിട്ടാണെങ്കിൽ ഒറ്റ വഴിയുള്ളെങ്കിൽ പ്രശ്നമില്ല. കാട് നിറയെ വഴികളാണെങ്കിൽ എന്ത് ചെയ്യും? അതേമാതിരി ഊർധ്വലോകത്തിലേക്ക് പോകുമ്പോൾ ഇത് സ്വർഗസ്യ പൃഷ്ഠേത്തെ സുഹൃതേനു ഭൂത്വ എന്നൊക്കെ പറഞ്ഞപ്പം തന്നെ നമുക്ക് കാണാം. സ്വർഗത്തിലുമുണ്ട് പല പല ലോകങ്ങൾ. സ്വർഗം പല തട്ടുകളെന്ന് പറയുന്നത് പല ലോകങ്ങൾക്ക് സമമാണ്. അവിടെ ഓരോരുത്തരും ഓരോ സ്ഥലങ്ങളിലാണ് ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് അങ്ങനെയുള്ള അപ്പം പല ദേവന്മാർക്കും പല സ്ഥലങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും കൂടെ ഒറ്റ ഹാളല്ല പറഞ്ഞിരിക്കുന്നതെന്ന് കാരണം വിശാലമാണ് സ്വർഗ്ഗലോകം. അത് നമ്മൾ നോക്കിയാലും കാണാത്ത തരത്തിൽ പരന്ന് കിടക്കുകയാണല്ലോ. അപ്പം പിന്നെ അതിനകത്തുനിന്ന് നമുക്ക് ആരെങ്കിലും കാണണമെങ്കിൽ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മളവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കർമ്മഫലത്തിനനുസരിച്ചിട്ടുള്ള ഒരു ഏരിയ നമ്മളവിടുത്തെ രാജാവെങ്കിൽ രാജാവ്, ഭൃത്യനെങ്കിൽ ഭൃത്യനെ, ഏത് തരത്തിലാണ് നമ്മുടെ കർമ്മഫലം അവിടെ എത്തിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഇനി അവിടുത്തെ സ്വർഗത്തിലെ തവളയാവാനുള്ള യോഗമാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്വർഗത്തിലെ പാമ്പിൻ്റെ തവളയാവാനുള്ള യോഗമാണെങ്കിൽ പറയാൻ പറ്റത്തില്ല എങ്ങനെയാണ് എത്തിച്ചേരുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിക്കാം. കാരണം ഇതൊന്നും ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം സ്വർഗത്തിലും ഉണ്ടല്ലോ ഇതേമാതിരി ഉച്ചൈസ്രവസ്സും മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ. ആനയുണ്ട്, കുതിരയുണ്ട്, പിന്നെ നാഗങ്ങളുണ്ട്, പലതുമുണ്ട്, ഗരുഡനുണ്ട്. ഇങ്ങനെയുള്ള എല്ലാവരും വന്നു പോവുകയും പലതുമുണ്ട്. ഹംസങ്ങളുണ്ട്, പലതുമുണ്ട്. അപ്പോൾ ഇതിനകത്താണെന്നുണ്ടെങ്കിൽ എന്ത് വേണേലുമൊക്കെ ആവാം. അപ്പം ചുരുക്കത്തിൽ ഇവിടെ ഭഗവാൻ എന്താ പറഞ്ഞത്? ഭഗവാൻ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. അത ഊർധ്വം ന സംശയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ മുക്തിയിലേക്ക് പോകുമെന്നാണ്. അല്ലാതെ ഈ പറഞ്ഞ ലോകങ്ങളിലൂടെ പോകുന്ന പോക്കിനെ കുറിച്ചല്ല പറഞ്ഞു. പിന്നെ അന്തകാലേ ച മാമേവ. അപ്പോൾ ഈ ഒരു പ്രയോഗം നോക്കി, ഇത് കഴിഞ്ഞ മന്ത്രങ്ങളിൽ കണ്ട അതേ അർത്ഥത്തിലേക്കാണ് പോകുന്നത്. അന്തകാലേ ച മാമേവ, അന്തകാലത്തിൽ, ഇത് മരണസമയത്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അന്തകാലേ ച മാമേവ സ്മരൻ മുക്വാ കളേബരം, കളേബരം ശരീരം, മാം സ്മരൻ, എന്നെ സ്മരിച്ചുകൊണ്ട്, മുക്വാ ഉപേക്ഷിച്ചാൽ. അപ്പോൾ അന്ത്യകാലത്തിലും ശരീരം ഉപേക്ഷിക്കുമ്പോൾ എന്നെ സ്മരിച്ചാൽ എന്നാണ് അർത്ഥം. എന്നെ സ്മരിച്ചുകൊണ്ട് ശരീരം ഉപേക്ഷിച്ചാൽ, അന്ത്യകാലത്തിലും എന്നെ സ്മരിച്ചുകൊണ്ട് ശരീരത്തെ ഉപേക്ഷിച്ചാൽ എന്ന് പറയുമ്പോൾ അവിടെ ബാക്കിയുള്ള സമയത്തെല്ലാം ഭഗവാനെ സ്മരിക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. അല്ലാതെ അന്ത്യകാലത്തിൽ ഞാൻ സ്മരിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അതായത് അവസാന സമയത്തേക്ക് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു പെട്ടി, തുറക്കാതെ വെച്ചിരിക്കുന്ന പെട്ടി പോലെ ഞാൻ ഭഗവാനെക്കുറിച്ച് അപ്പോൾ ഓർത്തേക്കാം എന്ന് പറയുന്നത് അല്ല ഇവിടുത്തെ ഉദ്ദേശം. നമുക്ക് ദൃഢസങ്കല്പം എന്തിന്മേലുണ്ടോ അതിൻ്റെ ആവർത്തനമായിരിക്കും ഉണ്ടായിരിക്കുക എന്ന്. അപ്പം ദൃഢസങ്കല്പത്തെ അപ്പം നമ്മുടെ ഇച്ഛിക്കാണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ എപ്പോഴും വരുന്ന ഏതാണ്? നമുക്ക് ഈ കാമയേഷ ക്രോധയേഷ എന്ന് പറഞ്ഞ ഒന്നുണ്ടല്ലോ. ഈ രാഗദ്വേഷങ്ങൾ ശക്തമായിട്ടുള്ളത് നമ്മുടെ ഇച്ഛയെ അതിക്രമിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ വിഷയമായിട്ടുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഇത് ഏറ്റവും ഉദാഹരണം എന്ന് പറയുന്നത്, ഈ എന്തെങ്കിലും നമുക്കൊന്ന് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ തന്നെ ആയിരിക്കും നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനോടെങ്കിലും നമുക്ക് ഇഷ്ടക്കേടുണ്ടെങ്കിൽ അതിനെ എപ്പോഴും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ ഇഷ്ടവും ഇഷ്ടക്കേടും ഒക്കെ അനുസരിച്ചിട്ട് തന്നെയാണ് ചിന്തിക്കുന്നത്. ഇനി എന്തെങ്കിലും നമുക്കൊരു പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ ഊണും ഉറക്കവും ഇല്ലാണ്ട് ചിലർ ഉറങ്ങാൻ പോലും പറ്റത്തില്ല. അത് തന്നെ തിരിച്ചും പുറത്തും ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് ഈ ഭഗവത് സ്മരണ ഇതേപോലെ നമ്മുടെ മനസ്സിൽ ദൃഢമായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഭക്തനാണ്. ദൃഢമായിട്ടില്ല, വല്ലപ്പോഴും ഉള്ളതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഭക്തൻ തന്നെയാണ്. പിന്നെ സ്വല്പം ദൃഢതയുടെ കുറവുണ്ട് എന്ന് മാത്രം. അപ്പോൾ ഇവിടെ നമുക്ക് സ്നേഹം കൂടുതൽ എന്തിനോടാണ്? എന്താണോ സ്നേഹക്കൂടുതലുള്ളത് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഭഗവാൻ പറയുന്നത്
ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഏതൊരുവൻ ശരീരം ത്യജിക്കുന്നുവോ സ്മരൻ മുക്വാ കളേബരം യഹ് പ്രയാതി സമദ്ഭാവം. അപ്പോൾ അപ്രകാരം പോകുന്നവൻ യഹ പ്രയാതി പോവുക, മരിക്കുക, അങ്ങനെ യാതൊരുവൻ അങ്ങനെ മരിക്കുന്നുവോ സമദ്ഭാവം യാതി, അവൻ എൻ്റെ ഭാവത്തെ പ്രാപിക്കുന്നു. എൻ്റെ ഭാവത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭഗവാനുമായിട്ട് ഏകതയെ പ്രാപിക്കുന്നു എന്നുള്ളതാണ്. നാസ്ത്യത്ര സംശയ. അർജുന ഇവിടെ എങ്ങൊന്നും സംശയിക്കേണ്ട യാതൊരു കാര്യമില്ല. ഭഗവാനെ അവിടെയും ഒരു സംശയം. നാസ്ത്യത്ര സംശയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുട്ടിന് നമ്മൾ സംശയിക്കുന്നുണ്ടല്ലോ, അതങ്ങ് നിർത്തിയേക്കാനാണ് പറയുന്നത്. അതായത് എന്തിനാ വെറുതെ ഇരുന്ന് സംശയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്ര കാലം സംശയിച്ചിരിക്കുകയായിരുന്നു. 10 വയസ്സിലാണ് എന്തെങ്കിലും ഒന്ന് കേൾക്കാൻ തുടങ്ങിയെങ്കിൽ അന്ന് സംശയിച്ചിരുന്നു. 15-ാം വയസ്സിൽ അന്നും സംശയിച്ചു, 20-ാം വയസ്സിൽ അന്നും സംശയിച്ചു, 40-ാം വയസ്സിൽ അന്നും സംശയിച്ചു, 60-ാം വയസ്സിൽ അന്നും സംശയിച്ചു, 70-ാം വയസ്സിൽ അന്നും സംശയിച്ചു, 100-ാം വയസ്സിൽ അന്നും സംശയിക്കുന്നു. എന്നും തുടരുന്ന ഒന്നെന്ന് പറയുന്നത് സംശയം. അതുകൊണ്ട് ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് സംശയാത്മാ വിനശ്യതി എന്ന്. അതുകൊണ്ട് നാസ്തി അത്ര സംശയം. ഒന്നങ്ങ് ഉറപ്പിക്കുന്ന പറഞ്ഞാൽ ഭഗവാൻ എന്നെ രക്ഷിക്കും എന്നുള്ള രീതിയിൽ അങ്ങ് ഉറപ്പിക്കുക. ഭഗവാൻ ഹൃദയാന്തർവർത്തിയാണെന്നുള്ളതിനകത്തങ്ങ് ഉറപ്പിക്കുക. അതുപോലെ തന്നെയാണെങ്കിൽ ഇതുണ്ടല്ലോ യഹ് പ്രയാതി സമദ്ഭാവം, ഭഗവത് സ്മരണയോടുകൂടി ദേഹം ത്യജിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ പ്രാപിക്കും എന്നുള്ളതിനകത്ത് അങ്ങ് ഉറപ്പിക്കുക. അപ്പം പിന്നെ സംശയമായി, ആ ഭഗവാന്റെ സ്മരണയോടുകൂടി എനിക്ക് മരിക്കാൻ പറ്റുമോ? സംശയിക്കാനിരിക്കുന്നവന് ഒരു കാരണം നോക്കിയിരിക്കുകയാണ് സംശയിക്കാൻ. അത്രയോ. അപ്പോൾ അങ്ങനെ ഈ ഒരു സ്മൃതേശ്ച എന്നുള്ളതിനകത്ത് അപ്പം ഭഗവത്ഗീതയിലും ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് ദേഹം ത്യജിച്ചാൽ മുക്തി കിട്ടുമെന്നുള്ളത്. അതാണല്ലോ അതിൻ്റെ അർത്ഥം. അതാണ് ഈ നമുക്ക് ഇതിനകത്തും കാണാവുന്നത്. അതായത് ശാണ്ഡില്യ മഹർഷിയും പറഞ്ഞതാണല്ലോ, അപ്രകാരമുള്ള ഈശ്വരഭാവത്തെ പ്രാപിക്കുന്നു എന്ന് ശാണ്ഡില്യ മഹർഷി ഇവിടെ പറഞ്ഞിട്ടുമുണ്ട് എന്ന്. അപ്പോൾ നമുക്കിവിടെ നിർത്താം.